إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മാതാപിതാക്കളോടുള്ള മര്യാദകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം മനസ്സിലാക്കിയത്. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയോട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സത്യവിശ്വാസിയുടെ അഭിമാനം, അവന്റെ സമ്പത്ത്, അവന്റെ ജീവൻ, ഇതെല്ലാം വളരെ പവിത്രമാണ്. ഇതിലേതെങ്കിലും ഒന്നിന് ഏതെങ്കിലും തരത്തിലുള്ള ഹാനിയോ അതല്ലെങ്കിൽ മനോവേദനയോ പ്രയാസങ്ങളോ ഉണ്ടാക്കാൻ പാടില്ല. ഇത് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മെ ഉണർത്തിയിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വീഴ്ചകൾ സംഭവിക്കുന്നതായിക്കൊണ്ടാണ് സമൂഹത്തെ മൊത്തത്തിലെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശ്വാസികളായ ആളുകൾ തമ്മിൽ നാവുകൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള ആയുധങ്ങൾ കൊണ്ടുമൊക്കെ പരസ്പരം നോവിക്കുകയും കുത്തുവാക്കുകളും ഗീബത്തുകളുമൊക്കെ പറയുകയും ചെയ്യുന്ന പ്രവണത മുസ്ലിം സമുദായത്തിൽ വളരെ സങ്കടകരമാം വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവന്റെ നാവിനെയും അവന്റെ കരങ്ങളെയും നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു മനുഷ്യന് സംസാരിക്കാനുള്ള ശേഷി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹമാണ്.
ആ അനുഗ്രഹം ദുനിയാവിൽ നൽകിയിട്ടില്ലാത്ത എത്രയോ ആളുകൾ നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും മറ്റുള്ളവരോട് പറയാൻ സാധിക്കാതെ അത് കേവലം ആംഗ്യങ്ങളിലൂടെ മാത്രം അവതരിപ്പിക്കുന്ന അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയരായവർ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഖലഖൽ ഇൻസാൻ വഅല്ലമഹുൽ ബയാൻ. അവന് നാം ബയാൻ പഠിപ്പിച്ചു, സംസാരം പഠിപ്പിച്ചു. എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. 2 നേത്രങ്ങൾ നാം അവന് നൽകി. സംസാരിക്കാൻ ആവശ്യമായ നാവും 2 ചുണ്ടുകളും നാം മനുഷ്യന്മാർക്ക് നൽകിയിട്ടുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊണ്ട് എടുത്തു പറഞ്ഞത് ഈ അനുഗ്രഹത്തെ തെറ്റായ രീതിയിൽ ചെലവഴിക്കുന്ന, ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാകാൻ പാടില്ല. മുസ്ലിമീങ്ങൾക്കത് പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹു ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ സദീദായ, നേർക്കുനേരെയുള്ള, വക്രതയില്ലാത്ത, വളവില്ലാത്ത, ഋജുവായ വാക്കുകളാണ് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ അതിന് വിശദീകരിച്ചു. ഹഖാണ് പറയേണ്ടത്. കളവ് പറയാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, മറ്റൊരാളെ കുത്തിനോവിക്കുന്ന സംസാരങ്ങൾ പാടില്ല. ഇതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ യുസ്ലിഹു ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുകയും ചെയ്യുന്നതാണ്. ഒരു മനുഷ്യന്റെ സംസാരം നേരെയായി കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന നേട്ടം അവന്റെ അമലുകൾ മുഴുവൻ ശരിയാകുമെന്നാണ്. അപ്പൊ സംസാരം നേരെയായ ഒരു മനുഷ്യന്റെ അമലുകൾ മാത്രമേ ശരിയാവണ്ണം ഉണ്ടാവുകയുള്ളൂ. കാരണം സംസാരത്തിൽ തന്നെ അനുസരിച്ചായിരിക്കും അവന്റെ പ്രവർത്തനവും ഉണ്ടാവുക. അതും ശരിയായെങ്കിൽ മാത്രമേ അവന്റെ തെറ്റുകൾ പൊറുക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. കാരണം ഒന്നിനു പിറകെ ഒന്നായി തിന്മകൾ വാരിക്കൂട്ടുമ്പോൾ ആ തിന്മയുടെ കൂമ്പാരമായിക്കൊണ്ടായിരിക്കും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അവൻ കടന്നു ചെല്ലുക. അതൊരിക്കലും വിശ്വാസിക്കുണ്ടാകരുത്. ഖൗലൻ സദീദ് മാത്രം പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ മുസ്ലിമീന ഖൈർ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ഖൈറുള്ളവരാരാണ് നബി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മസ്ലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഇതര മുസ്ലിമീങ്ങൾ അവന്റെ നാവിൽ നിന്നും അവന്റെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും നല്ല ഖൈറുള്ള മുസ്ലിം. ഒരു ബെസ്റ്റ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈർ ഔ ലിയസ്മുത്. ഇതൊക്കെ പലതവണ നമ്മൾ കേട്ടതാണ്. ആരെങ്കിലും പരലോകം അള്ളാഹുവിനെയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലതാണ് പറയേണ്ടത്. അവനൊരിക്കലും ചീത്ത വാക്കുകളിൽ നിന്ന് സംസാരിക്കാൻ പാടില്ല, അതവൻ ഒഴിവാക്കേണ്ടതാണ്. മഹാന ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാചകത്തിൽ കാണാം, ഇദാ അറാദ യതകല്ലം, ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി അവൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫൽ യുഫക്കിർ, അവൻ ചിന്തിക്കണം. ഫഇൻ ളഹറ അന്നഹു ലാ ളററ അലൈഹി തകല്ലമ. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം കൊണ്ട് എനിക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല എന്നവൻ ഉറപ്പായി കഴിഞ്ഞാൽ തകല്ലമ, അപ്പോൾ അവൻ സംസാരിച്ചാൽ മതി. വഇൻ ളഹറ അന്ന ഫീഹി ളററൻ വശക്ക ഫീ, ഇനി അതിൽ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകും, എനിക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും അതുകൊണ്ടൊരു പ്രയാസമുണ്ടാകുമെന്നാണെങ്കിൽ അംസക്ക, അതവൻ സംസാരിക്കാതെ വിട്ടുനിൽക്കുകയാണ് വേണ്ടത് എന്ന് ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. നമ്മൾ ഒരു ദിനം എത്രയാണ് സംസാരിച്ചു കൂട്ടുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ലൗ കുൻതും തശ്തറൂനൽ കാഗസ് ലിൽ ഹഫളതി ലസകത്തും അൻ കസീർ മിനൽ കലാം. നമ്മൾ ഓരോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതെല്ലാം രേഖപ്പെടുത്തുന്ന മലക്കുകൾ നമ്മുടെ അടുത്തും വലത്തുണ്ട്. ആ മലക്കുകൾക്ക് നമ്മളാണ് പേപ്പർ വാങ്ങിക്കൊടുക്കുന്നത് എങ്കിൽ അങ്ങനെ സങ്കല്പിച്ചു വെക്കുക. അഥവാ നമ്മുടെ അമലുകൾ എഴുതാനുള്ള പേപ്പർ നമ്മൾ തന്നെയാണ് വാങ്ങിക്കൊടുക്കുന്നത്. നമ്മൾ വാങ്ങിക്കൊടുത്ത പേപ്പറിലാണ് ആ മലക്കുകൾ എഴുതുന്നതെങ്കിൽ ലസകത്തും അൻ കസീരിൻ മിനൽ കലാം, നിങ്ങളുടെ സംസാരം കുറച്ച് കുറയും. കാരണം നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന പേപ്പർ കൊണ്ടാണ് മലക്കുകൾ എഴുതിക്കൂട്ടുന്നത്. അപ്പൊ പേപ്പറിന്റെ ലാഭം നോക്കിയിട്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സംസാരം കുറച്ച് കുറക്കുമായിരുന്നു എന്ന് ചില ഉലമാക്കൾ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും.
ഇമാം അബൂ ഹാത്തിം റഹ്മത്തുള്ളാഹി പറയാൻ വൽ വാജിബു അലൽ ആഖിൽ അൻ യൽസിമ സുംത ഇലാ അൻ യൽസിമഹു തകല്ലും. ഒരു ബുദ്ധിമാനായ മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? ഒരു വിശ്വാസിയായ മനുഷ്യൻ, ബുദ്ധിമാനായ മനുഷ്യൻ എപ്പോഴാണ് സംസാരിക്കുന്നത്? അവന്റെ സുംത്തിൽ അഥവാ മൗനത്തിൽ തന്നെയായിരിക്കും. പക്ഷേ എപ്പോഴാണോ അവന് സംസാരിക്കൽ നിർബന്ധമാകുന്നത് അപ്പോഴാണ് അവൻ സംസാരിക്കുക. അതുപോലെ തന്നെ വയഅലം അന്നഹു ഇന്നമാ ജഅല ലഹു ഉദ്നാനി, അതുപോലെ തന്നെ ഫമുൻ വാഹിദുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ രണ്ട് ചെവികളും ഒരു വായും നൽകിയിട്ട് എന്തിനാണ്? സമി അക്തറ മിമ്മാ യഖൂൽ, പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാനാണ്. എല്ലാം പറയേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വായ നിനക്ക് നൽകിയിട്ടുണ്ട്, എന്ന രണ്ട് ചെവികൾ നിനക്ക് നൽകിയത് നിനക്ക് കൂടുതൽ കേൾക്കാനും കുറച്ച് മാത്രം സംസാരിക്കാനുമാണ് എന്ന് ഇമാം അബൂ ഹാത്തിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ സഹോദരന്മാരെ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ നേർക്ക് അവന്റെ നാവിന് ഒരിക്കലും അന്യായമായി കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൃത്യമായിക്കൊണ്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? വിശ്വാസികൾ പരസ്പരം തെറ്റിദ്ധാരണ ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? തെറ്റായ ഊഹങ്ങളും അതുപോലെ തന്നെ തെറ്റായ രീതിയിലുള്ള ചില വിചാരങ്ങളും അവനെ കുറിച്ച് വിചാരിക്കുക. ഓനപ്പം എന്താ അങ്ങനെ ചെയ്തിട്ടുണ്ടാകുക, അത് ഇങ്ങനെ ആയിരിക്കാം എന്ന് നമ്മളാണ് ഊഹിക്കാൻ. അങ്ങനെ ഊഹിക്കുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ആ വിശ്വാസി സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധാരണ ഉണ്ടാകും. ആ തെറ്റിദ്ധാരണ വളർന്ന് അവർ തമ്മിലുള്ള ബന്ധങ്ങൾക്കിടയിൽ വലിയ വിള്ളലും വലിയ പാളിച്ചകളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസികളെ തന്നെ വിളിച്ച് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്ന്, നിങ്ങൾ ദന്നിൽ നിന്ന് അഥവാ ഊഹങ്ങളിൽ നിന്ന് ഒരുപാട് ഊഹങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ, നിശ്ചയമായും ചില ഊഹങ്ങൾ അത് വലിയ തെറ്റുകൾ തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു വിശ്വാസിയിൽ നിന്ന് നമുക്ക് വെറുപ്പുള്ള എന്തെങ്കിലും കാര്യം കണ്ടുകൂട്ടിക്കൊള്ളു. ഇമാം അബൂ നുഈം അൽ-അസ്ബഹാനി പറയുന്നു, ഇദാ ബലഗക അന്ന ഖൈക ശൈഉൻ തക്റഹുഹു, നിന്റെ സഹോദരനിൽ നിന്ന് ഒരു വാർത്ത നിനക്ക് വന്നു കിട്ടി, അയാൾ ഇന്നത് ചെയ്തു അല്ലെങ്കിൽ ഇന്നെ പറഞ്ഞു, ആ കാര്യം നിനക്ക് വെറുപ്പുള്ളൊരു കാര്യമാണ്, അയാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് നീ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നീ ആ കാര്യം അയാളെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ലാത്തൊരു ന്യൂസാണ് അയാൾ വന്നതെങ്കിൽ നീ എന്ത് മനസ്സിലാക്കണം? ഫൽതമിസ് ലഹു ഉദ്ർ, നീ ആ സത്യവിശ്വാസിയായ മനുഷ്യൻ എന്തെങ്കിലും ഒരു ഉദ്ർ നീ അന്വേഷിക്കണം. അയാളത് വെറുതെ ചെയ്യൂലല്ലോ, അയാൾ ചെയ്യാൻ എന്തെങ്കിലും കാരണം ഉണ്ടാകുമല്ലോ, അയാളത് പറയാൻ എന്തെങ്കിലും കാരണം ഉണ്ടാകുമല്ലോ. ആ വിശ്വാസിയായ മനുഷ്യന് ഒരു ഉദ്ർ നീ അന്വേഷിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മളാണെങ്കിൽ നമ്മളെല്ലാവരും എന്താ ചെയ്യുക? അവനെ കിട്ടിയ ചാൻസിൽ അടിച്ച് പൂസാക്കി അല്ലെങ്കിൽ അവനെ അടിച്ചിരുത്താനെ ശ്രദ്ധിക്കുക. ഒരു വിശ്വാസിയ മനുഷ്യൻ അങ്ങനെയല്ല. ഒരു തന്റെ മുഅ്മിനായ അഹ്ലുസുന്നയിൽപ്പെട്ട ഒരു വിശ്വാസിയിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വെറുപ്പുള്ളൊരു കാര്യം വന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യരുടെ ഉദ്ർ നീ അന്വേഷിക്കണം എന്നാണ്. എന്നിട്ടോ ഫഇല്ലം തജിദ് ലഹു ഉദ്റൻ, ആ മനുഷ്യൻ നീ ഉദ്ർ കണ്ടെത്തിയില്ലെങ്കിൽ ഫഖുൽ ഫീ നഫ്സിക, നിന്റെ നഫ്സിൽ നീ എന്താ പറയേണ്ടത്? ലഅല്ല അഖീ ഉദ്റൻ ലാ അലമു, ഒരു പക്ഷേ എന്റെ ആ സഹോദരന് എനിക്കറിയാത്ത പല ഉദ്റുകളും ഉണ്ടായേക്കാം, എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, ആ മനുഷ്യന് എനിക്കറിയാത്ത പല ഉദ്റുകളും ഉണ്ടായേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ആ മനുഷ്യന് ഉദ്റ് കണ്ടെത്തുകയാണ് നീ വേണ്ടതല്ലാതെ ഒരിക്കലും അഹ്ലുസുന്നയിൽപ്പെട്ട, പ്രത്യേകിച്ചും അഹ്ലുസുന്നയുടെ ആദർശം സ്വീകരിക്കുന്ന ആളുകളിൽ നിന്ന് അവരിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് പരസ്യപ്പെടുത്തരുത് എന്നതാണ് ഉലമാക്കൾ വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ ബക്കർ ബിൻ അബ്ദുള്ള അദ്ദേഹം പറഞ്ഞതായിക്കൊണ്ട് കാണാം, ഇയ്യാക മിനൽ കലാം മാ ഇൻ അസബ്ത ഫീഹി ലം തുജർ, നീ ചില സംസാരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. എന്താണ്? നീ പറഞ്ഞത് ശരിയാണെങ്കിൽ പോലും നിനക്കൊരു കൂലി കിട്ടാത്ത സംസാരമാണ്. നീ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു, ആ പറയുന്ന കാര്യം ശരിയാണ്, പക്ഷെ ആ പറയുന്നതുകൊണ്ട് നിനക്ക് യാതൊരു കൂലിയും കിട്ടൂല എങ്കിൽ നീ അതിൽ നിന്ന് ഒഴിവായി നിൽക്കണം. വൈൻ അഖ്തഅത ഫീഹി അസംത, നീ അതിൽ നിന്ന് തെറ്റുകാരനാണെങ്കിൽ നിനക്കത് കൂലി, തെറ്റ് സംഭവിക്കുമെന്നാണെങ്കിൽ അതൊരിക്കലും നിന്റെ സഹോദരനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശമായ വിചാരമാണ് നീ അവനെ പറ്റി വിചാരിക്കുന്നത്. ഇതൊക്കെ സഹോദരന്മാരെ നമ്മുടെ ഉലമാക്കളുടെ ഗ്രന്ഥങ്ങളിൽ, അതുപോലെ തന്നെ ഖുർആനിലെയും സുന്നത്തിലെയും ഒക്കെ ഹദീസിന്റെയും ഗ്രന്ഥങ്ങളിൽ ഒരുപാട് വിശദമായി കൊണ്ട് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും എന്താ വെച്ചാൽ അഹ്ലുസുന്നയിൽപ്പെട്ട തന്നെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രൂപത്തിലുള്ള
അന്യായമായിട്ടുള്ള വ്യക്തിപരമായോ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. അതേസമയത്ത് ആദർശപരമായ കാര്യങ്ങളെ സംബന്ധിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ആദർശപരമായ കാര്യം ഒരു വിശ്വാസിയിൽ നിന്ന് കണ്ടാൽ ആ തെറ്റ് നിർബന്ധമായി കൊണ്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം, അത് പരസ്യമായിക്കൊണ്ട് പറയണം. അത് അഹ്ലുസ് സുന്നയുടെ ഉലമാക്കൾ പറഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞ ആ കാര്യങ്ങളെ സംബന്ധിച്ചല്ല, ഒരു വ്യക്തിപരമായ ദോഷമോ അതിൽ വേറെ എന്തെങ്കിലും ദോഷങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുന്ന വിഷയമാണ് ഞാൻ അവിടെ സൂചിപ്പിക്കുന്നത്. മഹാനായ ഇയാസ് ബിൻ മുആവിയ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കാണാം. സുഫിയാൻ ബിൻ ഹുസൈൻ ദക്കർതു റജുലൻ ബിസൂഇൻ ഇൻദ ഇയാസ് ബിൻ മുആവിയ. അദ്ദേഹം പറയാണ്, സുഫിയാൻ, ഞാൻ ഇയാസ് ബിൻ മുആവിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ ഞാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു മോശമായ കാര്യം പറഞ്ഞു. ഫനദറ ഫീ വജ്ഹി, അപ്പോൾ അദ്ദേഹം എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ഫഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അഗസവ്ത റൂം, നീ ഇപ്പൊ ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചാണ് ഒരു ദുരാരോപണം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ശരി, അദ്ദേഹം ചോദിച്ചു, നീ റോമക്കാരോട് അഥവാ ഇസ്ലാമിന്റെ വലിയ ശത്രുക്കളായിരുന്ന റോമക്കാരോട് നീ യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഖുൽതുല, ഞാൻ യുദ്ധം ചെയ്തിട്ടില്ല. ഫസിന്ദ് വത്തുർക്ക്, അതുപോലെ തന്നെ സിന്ധിനോടും തുർക്കിയോടും യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഖുൽതുല, അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ ആരോടും യുദ്ധം ചെയ്തിട്ടൊന്നുമില്ല. അപ്പോ എന്നിട്ട് ആ സന്ദർഭത്തിൽ ഇയാസ് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഫ തസ്ലമു മിൻക റൂം വസിന്ദ് വത്തുർക്ക് ലം യസ്ലിം മിൻക അഖൂക്കൽ മുസ്ലിം. നിന്റെ നാവിൽ നിന്നും നിന്റെ കരങ്ങളിൽ നിന്നും ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ പ്രത്യക്ഷമായ ശത്രുക്കളായ റോമക്കാരും അതുപോലെ തന്നെ സിന്ധുകാരും മുഴുവൻ മുസ്ലിമീങ്ങളും നിന്റെ നാവിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. നിന്നെ കൊണ്ട് അവർക്ക് യാതൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല, നിന്റെ കരങ്ങൾ കൊണ്ട് അവർക്ക് ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. പക്ഷെ നിന്റെ നാവിൽ രക്ഷപ്പെടാത്തത് ആരാണ്? ഒരു മുസ്ലിമായ നിന്റെ സഹോദരൻ നിന്റെ നാവിൽ രക്ഷപ്പെടുന്നില്ല. നിന്റെ നാവ് കൊണ്ട് നിന്റെ ശരീരം കൊണ്ട് പരിക്കേൽക്കുന്ന മുഴുവൻ മുസ്ലിമിനാണ്. അതേസമയത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നിന്റെ നാവ് കൊണ്ടൊരു പരിക്കും സംഭവിക്കുന്നില്ല. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇസ്ലാം അല്ലാത്തവരെ ചീത്ത പറയാന്നല്ല, നേരെ മറിച്ച് പലപ്പോഴും എന്താ വെച്ചാൽ ഇതിന്റെ ഒരു ശരാശരി നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നോവിക്കാൻ പാടില്ലാത്തവരെയാണ് പലപ്പോഴും നോവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത കുടുംബത്തിൽപ്പെട്ടവരാകാം, മാതാപിതാക്കളാകാം, അതുപോലെ തന്നെ കൂട്ടുകാരാകാം, നാട്ടുകാരാകാം, വീട്ടുകാരാകാം, ആരായിരുന്നാലും അവരുടെയൊക്കെ മേലാണ് നമ്മുടെയൊക്കെ പരിക്കുകൾ പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെല്ലാവരും സഹോദരന്മാരെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു, ഒന്നുകൂടി പറയുന്നു, ഇത് ആദർശപരമായ വിഷയത്തിലുള്ള കാര്യങ്ങളല്ല. ഒരു സഹോദരനിൽ ആദർശപരമായ വൈകല്യങ്ങളുണ്ടെങ്കിൽ, ശിർക്കോ ബിദ്അത്തോ ഖുറാഫാത്തോ ഉണ്ടെങ്കിൽ വളരെ നസീഹത്തോടുകൂടി അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഈ വകുപ്പിൽപ്പെട്ടതല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ സഹാബത്ത് നടത്തിയിട്ടുണ്ട്, അപ്പോൾ താബീങ്ങളും അയിമ്മത്തുകളും മുഴുവനും നടത്തിയ കാര്യമാണ്. അതേ സമയത്ത് ഒരു വ്യക്തിപരമായ ഒരു ദോഷം അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു അബദ്ധം ഒരു വിശ്വാസിയിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രചരിപ്പിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ ഇടപാടുകൾ വളരെ മാന്യവും അതുപോലെ തന്നെ പക്വവും അതുപോലെ തന്നെ ഒരു ലളിതവുമായ ഒരു ഇടപാടുകളാണ് ഒരു വിശ്വാസിയോട് ഉണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി പറഞ്ഞെന്താ? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഖലീബൽ ഖൽബി ലൻ ഫദ്ദു മിൻ ഹൗലിക്. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നബിയെ നിങ്ങൾ അവരോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു. വലൗ കുൻത ഫദ്ദൻ ഖലീബൽ ഖൽബ്, പരിശഹൃദയവും അതുപോലെ തന്നെ വളരെ പരിക്കൻ സ്വഭാവമാണ് താങ്കൾക്കുണ്ടായിരുന്നെങ്കിൽ ലം ഫദ്ദു മിൻ ഹൗലിക, ഈ നിങ്ങളുടെ കൂടെയുള്ള മുഴുവൻ സഹാബത്തും നിങ്ങളിൽ നിന്ന് അകന്നു പോകുക തന്നെ ചെയ്യുമായിരുന്നു. ഇത് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് പറഞ്ഞതാണ്. ഇതേ സ്വഭാവമാണ് വിശ്വാസികളായ ആളുകൾക്കുണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശപരമല്ലാത്ത വിഷയങ്ങളിലൊക്കെ വിട്ടുവീഴ്ച കാണിക്കാൻ തയ്യാറായിരുന്നു. പ്രത്യേകിച്ചും അറിവില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവന്റെ ജഹാലത്ത് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ അയാളോട് ഇടപെടേണ്ടത്. നമുക്കറിയാം പള്ളി എത്ര പവിത്രമാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ പവിത്രമുള്ള പള്ളിയാണ്, പവിത്രതയുള്ള പള്ളിയാണ്. പക്ഷെ ആ പള്ളിയിൽ വന്നുകൊണ്ട് ഒരു അറാബി മൂത്രമൊഴിച്ചല്ലോ, നമുക്കറിയാം മൂത്രനജസാണല്ലോ, പള്ളി അശുദ്ധമാക്കാൻ പാടില്ലല്ലോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യരോട് പെരുമാറിയ രീതി എന്താണ്? കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ആ പള്ളിയിൽ മൂത്രമൊഴിക്കരുത് എന്ന വിജ്ഞാനം അയാൾക്ക് കിട്ടിയിട്ടില്ല. അത് പള്ളിയുടെ അദബിന് മര്യാദക്ക് കേടാണ്, അത് മര്യാദക്കേടാണെന്ന് അയാൾ മനസ്സിലാക്കിയിട്ടില്ല. അയാൾക്ക് ആ വിഷയത്തിൽ ഇൽമില്ല, ജഹാലത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മാന്യമായി കൊണ്ട് പ്രതികരിച്ചു.
മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ഒരു കപടവിശ്വാസിയോട്, ജൂതനോട്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ സലാം പറയുന്ന രീതിയിൽ റസൂലുള്ളാഹിനെ കബളിപ്പിച്ചുകൊണ്ട് പ്രവാചകനത് ലഅനത്ത് പറയുന്ന രീതി ജൂതന്മാർക്കുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാഹ് രക്ഷയുണ്ടാകട്ടെ എന്നാണ്. നേരെ മറ്റേ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് അള്ളാഹുവിന്റെ മരണമുണ്ടാകട്ടെ, നിനക്ക് നാശമുണ്ടാകട്ടെ എന്നർത്ഥം. നമ്മൾ ശരിക്കും സലാം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ സലാം പറഞ്ഞ കേട്ട എന്താ പറയുന്നതെന്ന് വ്യക്തമല്ലോ, ഒച്ച കേൾക്കുള്ളൂ. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് മരണമുണ്ടാകട്ടെ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അസ്സലാമു അലൈക്കും എന്ന് തന്നെ വ്യക്തമാക്കി പറയണം. അപ്പൊ ഇത് ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിലായി, ഇയാൾ അസ്സലാമു അലൈക്കും എന്നല്ല പറഞ്ഞത്, അസ്സലാമു അലൈക്കും എന്നാ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ വളരെ ശക്തമായി പ്രതികരിച്ചു. കുറച്ച് സ്ട്രോങ് ആയിട്ട് അയാളോട് അങ്ങോട്ട് തിരിച്ചു പ്രതികരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ആയിഷ ഇന്നല്ലാഹ റഫീഖു യുഹിബ്ബുർ റിഫ്ഖ. അല്ലയോ ആയിഷ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോലതയുള്ളവനാണ്, അവൻ ലോലത ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു. ഒരു ലോലത, ഒരു സോഫ്റ്റ് അതൊരു വിശ്വാസിയോട് കാണിക്കുമ്പോൾ അത് ഏത് വിഷയത്തിൽ ഏത് കയറിക്കഴിഞ്ഞാലും അതിനെ അത് അലങ്കരിക്കാതിരുന്നിട്ടില്ല. വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ശാനഹു. ആ സോഫ്റ്റ് അത് ഒരു വസ്തുവിൽ നിന്ന് ഊരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതതിനെ നാശപ്പെടുത്താതിരുന്നിട്ടുമില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാ മുസ്ലിമീങ്ങളും അബദ്ധം സംഭവിക്കാത്തവരാരുമില്ല. ലോകത്തെ എല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാൻ നമ്മളൊക്കെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളാണ്. അതേസമയത്ത് ഈ അബദ്ധം സംഭവിക്കുമ്പോൾ ആ അബദ്ധം സംഭവിച്ച ഒരു മുസ്ലിമിനോട് നമ്മൾ സ്വീകരിക്കുന്ന നിലപാടെന്താണ്? മഹാനായ ഇമാം സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി പറഞ്ഞു കാണാം, ലൈസ ബിൻ ആലിമിൻ വലാ ശരീഫിൻ വലാ ദി ഫളലിൻ ഇല്ലാ വഫീഹി ഐബുൻ. എത്ര വലിയ പണ്ഡിതന്മാരാണെങ്കിലും, അതുപോലെ തന്നെ എത്ര വലിയ സ്ഥാനത്തുള്ളവരാണെങ്കിലും, എത്ര ഫളലുള്ളവരാണെങ്കിലും, ഇല്ലാ വഫീഹി ഐബുൻ, അവർക്ക് എന്തെങ്കിലും ഐബുണ്ടാകും, മനുഷ്യന്മാരല്ലേ. എന്നാൽ വലാകിൻ മൻ കാന ഫളലുഹു അക്സറ മിൻ നഖ്സിഹി. ഒരു മനുഷ്യന്റെ ഫളൽ, ഒരു മനുഷ്യന്റെ നന്മ, ആ നന്മ അയാളുടെ തിന്മയേക്കാൾ എത്രയോ അധികമാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു മനുഷ്യന്റെ നന്മ അയാളുടെ തിന്മയേക്കാളൊക്കെ എത്രയോ അധികമാണ്. ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അയാളുടെ നന്മ ആ തിന്മയേക്കാളൊക്കെ എത്രയോ അധികമാണെങ്കിൽ ആ മനുഷ്യന്റെ ഫളല് കൊണ്ട്, ആ മനുഷ്യന്റെ നന്മയുടെ ഫളല് കൊണ്ട് ആ മനുഷ്യന്റെ നഖ്സ് അങ്ങോട്ട് ഇല്ലാതെയായി പോകും. എന്നാൽ കമാ അന്ന മൻ ഗലബ അലൈഹി നുഖ്സാനുഹു, അതേ സമയത്ത് ഒരു മനുഷ്യന്റെ തിന്മയാണ് അധികമായിട്ടുള്ളത്, നന്മ വളരെ കുറവാണ്, എങ്കിലോ ദഹബ ഫളലുഹു, അവന്റെ ഫളല് അവന്റെ തിന്മ കൊണ്ടില്ലാതെയായി പോകും. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ വക്തും നിസ്കരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് നന്മകളുമായി കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു അബദ്ധപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ ആൾ വീണിട്ടുണ്ടാകും. അത് എടുത്ത് ഊതി വീർപ്പിച്ച് മറ്റുള്ളവർക്കിടയിൽ പ്രചരിപ്പിക്കുന്ന, അതല്ലെങ്കിൽ അതിന്റെ പേരിൽ ഏതെങ്കിലും സംഘടനകളെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളെയോ കൂട്ടായ്മകളെയൊക്കെ അധിക്ഷേപിക്കുക, ഇതൊക്കെയാണ് ഇപ്പൊ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ദഅവത്ത്. ഏതെങ്കിലും ഒരു സംഘടന ഒരു പ്രവർത്തനം നടത്തിയാൽ അതിലെന്തെങ്കിലും ചെറിയ ന്യൂനതയോ, ചില ആളുകൾ അങ്ങോട്ട് നോക്കി, ചില ആളുകൾ ഇങ്ങോട്ട് നോക്കി, അല്ലെങ്കിൽ അവിടെ ഇരുന്നു ഇവിടെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ബൈനോക്കുലർ വെച്ച് നോക്കി അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുക. വലിയ നന്മയുടെ കൂമ്പാരങ്ങൾ ആളുകളുടെ കണ്ണിൽ കാണൂല, ചെറിയ തിന്മയുടെ ഈ ഇത്തിരി പോകുന്ന ചില പിന്നാമിനിങ്ങിന്റെ വെളിച്ചത്തിലുള്ളത് മാത്രമേ ആളുകളുടെ കണ്ണിൽ കാണൂ. ഇതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇക്കുണ്ടാകാൻ പാടില്ല. കാരണം ഏതൊരു മനുഷ്യനും അയ്ബുണ്ടാകും. ഈ പറയുന്ന ആളുകൾക്കും അയ്ബുണ്ടാകും, പറയപ്പെട്ടവനും അയ്ബുണ്ടാകും. വ്യക്തിപരമായിട്ട് ആരും പൂർണ്ണമായി സമ്പൂർണ്ണമല്ല നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു രീതിയാണ് ഒരു വിശ്വാസിയോട് സ്വീകരിക്കേണ്ടത്. എങ്കിൽ പരസ്പരം ഉൽഫത്തും സ്നേഹവും ബന്ധങ്ങളും ഒരിക്കലും മുറിയാതെ തന്നെ നിലനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യന്മാരാണെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കാം. ഇത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ അത് നസീഹത്തോടുകൂടി തിരുത്തി കൊടുക്കുക, അത് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കാൻ വേണ്ടി
ശ്രദ്ധിക്കുക. ഇമാം ഇബ്നു അബ്ദുൽ ബറിന്റെ ജാമിഉ ബയാനിൽ ഇൽമിൽ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയാണ്, മൻ അഖ്തഅ ഖലീലൻ വഅസാബ കസീറൻ ഫഹുവ ആലിം. ഒരു വലിയ പണ്ഡിതനായിരിക്കാം, എത്ര വലിയ ആലിമാണെങ്കിലും അബദ്ധങ്ങൾ സംഭവിക്കും. അദ്ദേഹം പറയാണ്, മൻ അഖ്തഅ ഖലീലൻ വഅസാബ കസീറ. അയാളിൽ നിന്ന് വന്ന അബദ്ധങ്ങൾ വളരെ കുറവാണ്, അയാളിൽ നിന്ന് വന്ന സുബദ്ധങ്ങളാണ് കൂടുതലുള്ളത്. എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ കുറെ ശരിയാണ്, കുറച്ചൊക്കെ അബദ്ധങ്ങളുണ്ട്. ഫഹുവ ആലിമുൻ, അയാളാണ് ശരിയായ ആലിം എന്ന് പറഞ്ഞാൽ. ലോകത്ത് അള്ളാഹിന്റെ റസൂല് കഴിഞ്ഞ പിന്നാരും മാസൂമിങ്ങളില്ലല്ലോ. അപ്പൊ അയാൾ എന്താ ആലിമാണ്, മൂപ്പർക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സാധാരണക്കാരുണ്ട്. ഇത്രയും ചെറിയ കാര്യങ്ങൾ മൂപ്പർക്ക് അറിയാതിരിക്കോ? നിങ്ങൾ ആലോചിച്ചു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇൽമിന്റെ നിറകുടമാണ്, ഇൽമിന്റെ നിറകുടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സദസ്സ്, സഹാബത്തൊക്കെ ഇരിക്കുന്ന സദസ്സ് ചോദ്യം ചോദിക്കണം. എന്താ ചോദ്യം? ഒരു മരമുണ്ട്, ആ മരം വിശ്വാസിയുടെ പോലെ, വിശ്വാസിയോട് സാമ്യതയുള്ള, വിശ്വാസിയുടെ ഉദാഹരണമാണ് ആ മരം. അതിൽ നിന്ന് ഒരിക്കലും ഇല താഴേക്ക് വീണു പോവുകയില്ല. ഏതാണ് ഈ മരം? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്, സഹാബത്ത് ഇരിക്കുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവരും ഇരിക്കുന്നുണ്ട്. ആരും മറുപടി പറഞ്ഞില്ല, ആർക്കും മറുപടി അറിയില്ല. അതേ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിന്റെ മോനാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ഇൽമൊന്നും അദ്ദേഹത്തിനില്ലല്ലോ. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ മറുപടി ഉണ്ട്. അത് നഖലത്താണ്, ഈന്തപ്പനന്റെ മരത്തെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്. കാരണം ഈന്തപ്പന മരം നമുക്കറിയാം, അതിന്റെ പട്ട വെട്ടി എടുക്കണം, അത് താഴേക്ക് വീഴൂല, എത്ര ഉണങ്ങിയാലും താഴേക്ക് വീഴൂല. അത് ഒരു വിശ്വാസിയും തമ്മിലുള്ള സാദൃശ്യം എന്താ? പ്രവാചകൻ ലാ തസ്ഖു മിൻഹു ദഅവ, ഒരു വിശ്വാസിയുടെ ദഅവത്ത് അഥവാ മറ്റുള്ളവരെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ക്ഷണം അതൊരിക്കലും വിശ്വാസിന്ന് വീണു പോകൂല. അതേപോലെയാണ് നഖലത്ത്. അപ്പൊ ഈ സംഭവം ഉത്തരം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അറിയാം, ആർക്കറിയില്ല? അബൂബക്കറിനും ഉമറിനും റളിയല്ലാഹു അൻഹു, ഉസ്മാൻ, ഇവർക്കൊന്നും അറിയില്ല. വലിയ ആളുകൾക്ക് അറിയുന്ന കാര്യം ചിലപ്പോൾ ചെറിയ ആളുകൾക്ക് അറിയാത്ത കാര്യം ചെറിയ ആളുകൾക്കറിയും, ചിലപ്പോൾ ചെറിയ ആളുകൾക്ക് അറിയാത്ത കാര്യം വലിയ ആളുകൾക്കറിയും. ഇതൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ പറഞ്ഞു, മൻ അഖ്തഅ ഖലീലൻ വഅസാബ കസീറൻ ഫഹുവ ആലിം. ഒരു മനുഷ്യനിൽ നിന്ന് വന്ന അബദ്ധങ്ങൾ കുറവാണ്, സുബദ്ധങ്ങളാണ് കൂടുതലെങ്കിൽ അവനാണ് ആലിം എന്ന് പറയാം. അതേസമയത്ത് വമൻ അസാബ ഖലീലൻ വഅഖ്തഅ കസീറൻ, ഒരാളിൽ വന്ന കാര്യങ്ങൾക്ക് അധികവും പൊട്ടത്തരങ്ങളാണ്, പറഞ്ഞ കാര്യം കുറച്ച് ശരിയായിട്ടുള്ളൂ, അവൻ ജാഹിലാണ്. ഇങ്ങനെ രണ്ടു തരത്തിലുള്ള ആളുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ഇനി എന്താണ് ഇങ്ങനെ ജഹാലത്തും ഉദുറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആളുകളെ സമീപിക്കുക? മഹാൻ അബ്ദുല്ലാഹി റഹ്മത്തുള്ളാഹി പറയാൻ, ഇദാ ഖലബത മഹാസിദുർ റജുൽ അലാ മസാവിഹി ലം തുദ്കർ മസാവി. ഒരു മനുഷ്യന്റെ നന്മയേക്കാൾ കൂടുതൽ തിന്മകൾ, ഒരു മനുഷ്യന്റെ തിന്മയേക്കാൾ കൂടുതൽ നന്മകളാണെങ്കിൽ ഒരിക്കലും അയാളുടെ തിന്മകൾ നമ്മൾ പരസ്യപ്പെടുത്താൻ പാടില്ല. അഥവാ അത് കൂട്ടായ്മയാണെങ്കിലും വ്യക്തികളാണെങ്കിലും സമൂഹമാണെങ്കിലും ആരാണെങ്കിലും അയാളിൽ നിന്ന് സംഭവിക്കുന്ന നന്മകളുടെ ആധിക്യം അയാളുടെ തിന്മകൾ അതിജയിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ തിന്മകളെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. എന്നാൽ വൈദാ ഖലബത്തുൽ മസാബി അലൽ മഹാസിൻ ലം തുദ്കർ മഹാസിൻ, അതേ സമയത്ത് ഒരു മനുഷ്യന്റെ തിന്മകളാണ് കൂടുതലെങ്കിൽ അതിൽ കുറച്ച് നന്മ ഉണ്ട്, അയാളുടെ നന്മകളും പറയാൻ പാടില്ല. കാരണം എന്താ? അയാളുടെ നന്മകൾ കേട്ടാൽ ചിലപ്പോൾ ആ തിന്മുള്ള ആളടുത്തേക്ക് ആളുകൾ ചെന്ന് അയാളിലേക്ക് കൂട്ടുകൂടാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് അഹ്ലു ബിദ്അത്തിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞ്, ബിദ്അത്തിന്റെ കക്ഷികൾ ഉണ്ടാകും. ഓരോരുപ്പോ ആ ബിദ്അത്തിന്റെ കക്ഷി എന്ന് പറഞ്ഞാൽ അഖീദ വായിച്ചിട്ടുണ്ട്, അമൽ വായിച്ചിട്ടുണ്ട്, ഒക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഏത് വായിച്ചാലും ചിലപ്പോൾ ചില നന്മകളും ചില നന്മയുടെ തിരിവട്ടങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടാകും. ആ നന്മയുടെ തിരിവട്ടങ്ങളല്ല നമ്മൾ ആ ബിദ്അത്തിന്റെ കക്ഷികളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്. അവരെ വിദഗ്ധകളും അവരെ ഹുറാഫാത്തുകളും ശിർക്ക് വിദഗ്ധകളാണ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഈ വിദഗ്ധകളും ഹുറാഫാത്തുകളും ശിർക്കൊന്നും അറിയാതെ അവരെ നന്മകൾ മാത്രം കണ്ട ആളുകളിലേക്ക് പോയാൽ ആളുകൾ ചിലപ്പോൾ തെറ്റിദ്ധാരണയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നമുക്ക് വിഷയ സംബന്ധിയായിക്കൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു വിശ്വാസിയോട് എപ്പോഴും സ്വീകരിക്കേണ്ട സമീപനങ്ങളാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഇതുണ്ടെങ്കിൽ മഹബത്തുകളും അതുപോലെ തന്നെ വിശ്വാസികൾ തമ്മിൽ ഉൽഫത്തുണ്ടാകും. മാത്രമല്ല വിശ്വാസികളായ ആളുകൾ എപ്പോഴും പ്രാർത്ഥിക്കണം, റബ്ബനാ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു. ഈമാനുള്ളവരോട് ഒരിക്കലും വിശ്വാസികൾ അള്ളാഹു നീ എന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കാൻ പാടില്ല എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ സഹാബിയുടെ ചരിത്രം കേട്ടിട്ടുണ്ടല്ലോ. കയറി വരുന്ന ഒരാളെ സംബന്ധിച്ച് പ്രവാചകൻ ഇയാൾ സ്വർഗത്തിലാണ്,
അപ്പൊ അയാൾ മറ്റുള്ളവർ ചെയ്യുന്ന ഒരു അമലും അധികം മറ്റുള്ളവർ ചെയ്യാത്തൊരു അമലൊന്നും കൂടുതലായിക്കൊണ്ട് ചെയ്യുന്നില്ല. പക്ഷേ അയാളെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി സഹാബത്ത് വീട്ടിൽ ചെന്ന് പ്രത്യേകിച്ച് ഒരു അമലൊന്നും കാണാനില്ല. അയാൾ പറഞ്ഞു, ഞാൻ കിടക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു വിശ്വാസിയോടൊരു ഹില്ലും എന്റെ മനസ്സിൽ ഞാൻ വെക്കാറില്ല, പകയും വിദ്വേഷമൊന്നും വെക്കാറില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗമുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ വ്യക്തിപരമായ വിഷയങ്ങളാണ്. അതേ സമയത്ത് ആദർശപരമായ വിഷയത്തിൽ കൃത്യമായ കണിശത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു അക്ഷരം പിഴച്ചാൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കോപിഷ്ഠനായിക്കൊണ്ട് കാണാം. മാഷാ അല്ലാഹു വശിഅത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നൊരു സഹാബി പറയാൻ, നിങ്ങളും അള്ളാഹു ഉദ്ദേശിച്ചാലുണ്ടാകും. പ്രവാചകൻ കോപിഷ്ഠനായിക്കൊണ്ട് പറഞ്ഞു, അജഅൽതനി ലില്ലാഹി നിദ്ദൻ, നീ അള്ളാഹുവിന് എന്നെ സമനാക്കുകയാണോ? അതൊരു ആദർശത്തിന്റെ വിഷയം, അവിടെ കോംപ്രമൈസ് ഇല്ല. അതേ സമയത്ത് വ്യക്തിപരമായതോ അതല്ലെങ്കിൽ ഭൗതികമായത് വിഷയങ്ങളാണെങ്കിൽ അതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ നേരെ തിരിച്ചായിരിക്കും. ആദർശത്തിന്റെ വിഷയത്തിൽ എന്ത് കോംപ്രമൈസും തയ്യാറാണ്. അതിന് ഹദീസ് നിഷേധിച്ചാലും പാടില്ല, ഖുർആൻ നിഷേധിച്ചാലും പാടില്ല, ഹദീസിനെ പരിഹസിച്ചാലും പാടില്ല, ഒക്കെ എല്ലാവരും ടേക്കുണ്ടാവും. അതേ സമയത്ത് ഭൗതികമായ വിഷയങ്ങളാണെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ആളുകൾ തയ്യാറാവില്ല. അങ്ങനെ എല്ലാ വിശ്വാസികളും ഉണ്ടാകേണ്ടത് എന്നാണ് പറഞ്ഞൊരു ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കുക, നമ്മുടെ സർഗവസന്തം എന്ന പേരിൽ നമ്മുടെ ചെറിയ മദ്രസയിലെ കുട്ടികളുടെ പരിപാടി ഇൻഷാ അല്ലാഹ് ജില്ലാടിസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നടത്തിപ്പിന് ആവശ്യമായ സാമ്പത്തികമായ ചെലവുകൾ കുറച്ചുണ്ട്. അപ്പോൾ അതിന് ഇൻഷാ അല്ലാഹ് നമ്മൾ ജുമാ കഴിഞ്ഞിട്ട് അതിൻ്റെ കളക്ഷൻ ഉണ്ടായിരിക്കും. എല്ലാ ആളുകളും അതുമായി കൊണ്ട് സഹകരിക്കണം എന്ന് ഉണർത്തുന്നു. അള്ളാഹുവിൻ്റെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിച്ച് അവസാനം തൗഹീദ് ഉൾക്കൊണ്ട് മരണപ്പെടുവാൻ അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ മുഴുവൻ തിന്മകളും അള്ളാഹു നമുക്കെല്ലാം പുറത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബങ്ങൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഅ്സിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക.